ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിധിയാസ് ഫുഡ്സ്. ഇന്നത്തെ റെസിപ്പി വഴുതനങ്ങ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. വലുതായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കനം കുറയുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് കനം കൂടുകയും ചെയ്യരുത്. ഒരു മീഡിയം സൈസിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദാ ഇതുപോലെ. ഇനി ഇതിലേക്ക് വേണ്ടി ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതിയാണ്. അതും കൂടി ഇതിലോട്ട് പിഴിഞ്ഞ് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യമെങ്കിൽ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വഴുതനങ്ങ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിലൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും ആകത്തക്ക രീതിയിൽ ഒരു ചെറിയൊരു കോട്ടിങ് പോലെ വരത്തക്ക രീതിയിൽ ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കാം. ഇപ്പം ഞാനിതിവിടെ മുഴുവനായിട്ട് എല്ലാ പീസിലും തന്നെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റ് ഇത് വയ്ക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. 4 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ മതിയാവുന്നതാണ്. ഇനി എണ്ണ ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ മസാല പുരട്ടി വച്ചിരുന്ന വഴുതനങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ മറ്റേ വശവും കൂടി തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 വശവും ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ശേഷം ബാക്കിയിരിക്കുന്ന വഴുതനയും കൂടി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ മുഴുവൻ വഴുതനങ്ങയും ഫ്രൈ ചെയ്ത് വച്ചിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ ആണിത്. അപ്പോൾ എന്നും ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന നമുക്ക് ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.